എല്ലാവർക്കും നമസ്കാരം. ജ്യോതി ഡയറി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കളം കാവൽ സിനിമ റിവ്യൂ. ജിതിൻ കെ ജോസ് എന്ന സംവിധായകൻ സ്ക്രിപ്റ്റുമായി മമ്മൂക്കയുടെ അടുക്കൽ ചെല്ലുന്നു. അതിലെ നായക കഥാപാത്രമായ പോലീസ് വേഷം ചെയ്യാൻ വേണ്ടി. സ്ക്രിപ്റ്റ് കേട്ട മമ്മൂക്ക പറയുന്നു ഇതിലെ വില്ലൻ വേഷം താൻ ചെയ്യാമെന്നും നായകനായി വിനായകനെ കാസ്റ്റ് ചെയ്യുകയും ഇത് തന്റെ തന്നെ കമ്പനിയായ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുമെന്നും. അവിടെ തുടങ്ങുന്നു ഈ സിനിമയുടെ ബ്യൂട്ടി. പൊന്തന്മാട മുതൽ ഭ്രമയുഗം വരെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലേക്ക് ഒരു കഥാപാത്രത്തെ കൂടി മമ്മൂക്ക മലയാള സിനിമയിലേക്ക്, ഇന്ത്യൻ സിനിമയിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ലാഗും ഇല്ലാതെ എൻഗേജായി കണ്ടു തീർത്ത ഒരു ക്ലാസിക് സിനിമയാണ് കളം കാവൽ. ഈ സിനിമയിൽ മമ്മൂക്കയുടെയും വിനായകന്റെയും അഭിനയത്തിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സ്ക്രീനിൽ കണ്ട് ഇങ്ങനെ രസിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സിനിമ അഭിനയം ഇഷ്ടപ്പെടുന്ന, നല്ല അഭിനയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിർബന്ധമായും സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിലൊരു സീനാണ് വിനായകൻ തൻ്റെ മകളോട് ബലം പിടിക്കുകയും വിനായകൻ വിജയിച്ച പാട് മകൾ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ വലുതായി കഴിഞ്ഞാൽ അച്ഛനെ തോൽപ്പിക്കുമെന്ന്. ആ സമയത്ത് വിനായകൻ എന്തോ ചിന്തിച്ച പോലെ ഇങ്ങനെ മാറി നടക്കുകയാണ്, എന്തോ ഒരു ടെൻഷൻ പോലെ. അതായത് ഇന്നത്തെ കാലത്ത് സൈക്കോ ക്രിമിനലുകളുടെ ഇടയിൽപ്പെട്ട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന ഈ കാലാവസ്ഥയിൽ വളരെ അർത്ഥവത്തായ ആ വിനായകന്റെ മകൾ ഭാവിയിൽ വിജയിക്കണം അല്ലെങ്കിൽ വിജയിക്കില്ലേ എന്ന ഒരു ആദിയോടെയാണ് അദ്ദേഹം നടന്നുപോയത്. അത്തരത്തിലുള്ള ഒരു പിടി കാര്യങ്ങളും ഈ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് അതിഗംഭീരമാണ്. ആവശ്യത്തിന് വേണ്ടുന്ന സ്ഥലത്ത് രീതിയിലുള്ള ഗംഭീരമായ മ്യൂസിക്കാണ്. ടോട്ടലി ഈ സിനിമ നല്ലൊരു കാഴ്ചാനുഭവമാണ് എനിക്ക് നൽകിയത്. താങ്ക് യു.